വൺ ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1853 ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ദി ഗവർണർ ജനറൽ കൗൺസിൽ വെയർ സെപ്പറേറ്റഡ്. അപ്പോൾ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അത് രണ്ട് ഫംഗ്ഷൻസും ഓരോരുത്തർക്കും കൊടുത്തു. ഇപ്പോഴും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും പവർ സെപ്പറേറ്റ് ആണ്. ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ ആ പാർലമെന്റിനെയാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. അവരൊരു നിയമം ഉണ്ടാക്കും, അത് നടപ്പിലാക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ആണ് അവിടെ ഉള്ളത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ, മിനിസ്റ്റേഴ്സ് തൊട്ട് കറക്റ്റ് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെടെയാണ്. കാര്യം ഇത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരെന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ, ഫ്രം മിനിസ്റ്റർ ടു ബോട്ടം എല്ലാവരും നടപ്പിലാക്കണം. പക്ഷെ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആയിരിക്കും. പാർലമെന്റ് എന്ന് വെച്ചാൽ ലോക്സഭ, രാജ്യസഭ, പിന്നെ പ്രസിഡന്റ് ഒപ്പിടണം. അവരാണ് ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ ലോ മേക്കിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ 6 members ഇൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റം ഓഫ് ഓപ്പൺ കോമ്പറ്റീഷൻ ആസ് ദി ബേസിസ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവൻസ് ഓഫ് ദി കമ്പനി. അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1853 ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സിവിൽ സർവൻസ്, അതായത് ഇപ്പോഴത്തെ നമ്മൾ IAS IPS പോലുള്ള സിവിൽ സർവൻസ് നേരത്തെ ഇന്ത്യക്കാർക്ക് പറ്റത്തില്ലായിരുന്നു, ഓപ്പൺ കോമ്പറ്റീഷൻ അല്ലായിരുന്നു. ഇതിൽ വന്ന ഒരു മെയിൻ സാധനം അതാണ്, ഓപ്പൺ ആയിരുന്നു, ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു. അതായത് ഇന്ത്യക്കാർക്കും അത് എഴുതാൻ സാധിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്കും കൂടെ കുറച്ച് ഉയർന്ന പോസ്റ്റിലോട്ട് വരാൻ സാധിക്കുമായിരുന്നു ഈ ചാർട്ടർ ആക്ട് ഓഫ് 1853 ഈ വഴി. ഓക്കെ, അതിനു മുമ്പ് പറ്റത്തില്ലായിരുന്നു. നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ഈ ആക്ട് തൊട്ടുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് അവിടെ നിന്ന് ഓരോ ആക്ട് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യുമായിരുന്നെങ്കിലും ഇവിടുത്തെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ഏതിനായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ടാവുകയും ഇവരുടെ റൂൾ അത്ര ശരിയല്ല എന്ന് അറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് നേരിട്ട്, അതായത് ഇനി തൊട്ട് നമ്മൾ ആയിരിക്കും ഇവിടെ ഭരിക്കുന്നത്, അവരെ അസിസ്റ്റ് ചെയ്യാൻ മാത്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യമേ ഉള്ളെന്ന് പറഞ്ഞു റൂൾ ഓഫ് കമ്പനി വാസ് റീപ്ലേസ്ഡ് ബൈ ദി റൂൾ ഓഫ് ദി ക്രൗൺ. അതായത് കമ്പനിയുടെ റൂള് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ മതിയാക്കിയിട്ട് പകരം റൂൾ ഓഫ് ക്രൗൺ ഇൻ ഇന്ത്യ വന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പേര് വരാൻ തന്നെ കാരണം അതാണ്. അതായത് ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ട്, ഭയങ്കര അനുകൂലമൊന്നല്ല എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന വളരെ മോശത്തിൽ നിന്ന് കുറച്ചുകൂടെ നല്ല ഭരണം, അതായത് നേരിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ നേരിട്ട് ബ്രിട്ടീഷുകാർ റൂൾ ഏറ്റെടുക്കുന്നു, കമ്പനി വഴിയല്ല റൂൾ ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷിന്റെ പവർ അവർ അതിനുവേണ്ടി ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ അപ്പോയിന്റ് ചെയ്തു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതായത് ബ്രിട്ടീഷ് ക്രൗണിന്റെ ആള് നേരിട്ട് വന്നു. അയാള് ആ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ക്രൗണിന് വേണ്ടി ഇവിടെ ഭരിക്കുന്നത്. അത് ഇവിടുത്തെ കമ്പനിയായിട്ടൊരു ബന്ധമില്ല, ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈസ് നോൺ ആസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഓക്കെ, അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ അസിസ്റ്റ് ചെയ്യാൻ കൗൺസിൽസ് ഉണ്ടാവും, 15 members. ഓക്കെ, അതായത് ഹി ഹാസ് കംപ്ലീറ്റ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ഓവർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ത്രൂ ദി വൈസ്രോയി ആസ് ഹിസ് ഏജന്റ്. വൈസ്രോയി, അതായത് വൈസ്രോയി ഈ വഴി ഇന്ത്യയിലെ ഫുൾ കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആർക്കായിരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞല്ലോ, ആ ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റിനെ വൈസ്രോയി ആക്കി മാറ്റി. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ് നേരത്തെ കമ്പനി കൊണ്ടുവന്ന പോസ്റ്റ് ആയിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്ത് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുതിയ പോസ്റ്റ് കൊണ്ടുവന്നു. ഈ വൈസ്രോയി ഓഫ് ഇന്ത്യയും എന്തിനാണ്, വൈസ്രോയി ഓഫ് ഇന്ത്യ വഴി ആരാണ് തീരുമാനിക്കുന്നത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് നിയമിച്ച ഒരാളാണ്, കമ്പനിയായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വൈസ്രോയിയും കൂടെ വഴി എന്ത് ചെയ്യുന്നു, ഇവിടെ റൂൾ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കമ്പനി റൂൾ അവസാനിക്കുകയും ക്രൗൺ റൂൾ വരികയും ചെയ്യുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
ആക്ട് ഓഫ് 1858 സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. And it abolished board of control and board of directors. Board of control board of directors abolish ചെയ്തു. സ്വാഭാവികമായിട്ടും കമ്പനി ഉണ്ടാക്കിയ എല്ലാ പൊസിഷനും അബോളിഷ് ചെയ്തു. അതാണ് ബോർഡ് ഓഫ് കൺട്രോളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ കമ്പനിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന് കൊണ്ടുവന്ന് അതെല്ലാം അബോളിഷ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓക്കെ, അതുകൊണ്ടാണ് ക്രൗൺ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്സ് ഓഫ് 1861. അപ്പൊ ഈ പറഞ്ഞ 1858 ശേഷം ക്രൗൺ റൂൾ ആണ്, അത് ഓർക്കുക. ഫസ്റ്റ് ടൈം, അപ്പൊ അതിനുശേഷം ഇംപ്രൂവ്മെന്റ് ഉണ്ടായതാണ്. ഫസ്റ്റ് ടൈം എന്താണ്, ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവ് കൗൺസിലിനും ഇന്ത്യയിലെ റെപ്രസെന്റേഷൻ വന്നു തുടങ്ങി, അതായത് ഇന്ത്യക്കാരെ നിയമിച്ചു തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നോൺ ഒഫീഷ്യൽ ആണ്, ഒഫീഷ്യൽ അല്ല, നോൺ ഒഫീഷ്യൽ ആയിട്ടാണ് നിയമിച്ചത്. ഇനി ഒഫീഷ്യൽ ആയിട്ട് ഇനി അടുത്ത ഒരെണ്ണത്തിലാണ് നിയമിക്കുന്നത്. ഇനി അടുത്ത എന്താണ്, 3 ഇന്ത്യൻസ് എന്റേർഡ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 3 പേര് വന്നു. അപ്പൊ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വരുന്നു, അതായത് ഇന്ത്യക്കാരും കൂടെ അഡ്മിനിസ്ട്രേഷനിലോട്ട് വന്നു തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത്. അതേപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കണ്ടോ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 3 ഇന്ത്യക്കാർ വന്നു, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 3 ഇന്ത്യൻസ് വന്നു. അതേപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, ഇന്ത്യൻസ് ഉണ്ട് പക്ഷെ ഒഫീഷ്യലി അവർ മെമ്പേഴ്സ് അല്ല, നോൺ ഒഫീഷ്യൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഒഫീഷ്യലി വരുന്നത് ഇനി അങ്ങോട്ട് വരുമ്പോൾ അടുത്ത ആക്ടിലാണ്. പിന്നെ ഇറ്റ് ഇനിഷ്യേറ്റഡ് ദി പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നേരത്തെ ഇതിനു മുമ്പ് കമ്പനി റൂൾ പറഞ്ഞു എന്താണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് എല്ലാ പവറും കൊടുത്തു എന്ന് പറഞ്ഞു, ബാക്കിയുള്ളവരെ പവർ കുറച്ചിട്ട്. ഇവിടെ വീണ്ടും ഡീസെൻട്രലൈസേഷൻ വന്നു. അതായത് സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പവർ ഒരു സ്ഥലത്ത് ഏകീകൃതിക്കും എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് മാത്രം പവർ, അങ്ങനെയല്ല. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നു. അതായത് ഇവിടെ ഇപ്പോ ബോംബെയും മദ്രാസ് പ്രൊവിൻസും ആയിട്ട് അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, പവർ ഡീസെൻട്രലൈസേഷൻ നടത്തി. ഇനി വൈസ്രോയ് വാസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ഓർഡിനൻസ്. വൈസ്രോയ്ക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഉള്ള ഒരു പവറും ഇവിടെ കൊടുത്തിരിക്കുന്നു ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 6 months. വൈസ്രോയ്ക്ക് എന്താണ്, ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം ഓർഡിനൻസ് പ്രസിഡന്റിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും 6 മാസം. അതിന് സിമിലർ ആയിട്ട് എന്താണ്, വൈസ്രോയ്ക്ക് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ളൊരു പവറും ഈ ആക്ട് വഴി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1852 ആണ്. അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് ഉണ്ടായത്. അവിടെ എന്താണ്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് ഉള്ളത്. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ നോമിനേഷൻ, ഡയറക്റ്റ് ഇലക്ഷൻ ഒന്നുമില്ല, വോട്ട് ഒന്നുമില്ല. പിന്നെ ബാക്കി enlarge the size of legislative council, കൗൺസിലിന്റെ സൈസ് കൂട്ടി. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909, ഈ ആക്ടിനെയാണ് മിൻഡോ മോർലി റിഫോം എന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 എന്തെന്ന് പറയും, മിൻഡോ മോർലി റിഫോം എന്ന് പറയും. ഇതിനെ മിൻഡോ മോർലി റിഫോം എന്ന് പറയാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, കമ്പനി ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ നിയമിച്ചു. അവിടെ ഒരു വൈസ്രോയും ഉണ്ട്. അപ്പോൾ മിൻഡോ മോർലി എന്ന് പറയാൻ കാരണം ഈ മിൻഡോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈസ്രോയും, മോർലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ മിൻഡോ മോർലി റിഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി അങ്ങോട്ട് വരുന്ന 1-2 എണ്ണത്തിൽ കമ്പൈൻ ആയിട്ടായിരിക്കും. അപ്പൊ അതിൽ മനസ്സിലാക്കുക, ഒരാള് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും മറ്റേത് വൈസ്രോയി ആണ്. അപ്പൊ ആലോചിക്കുക, ആദ്യം വൈസ്രോയി പറയുന്നില്ല, വൈസ്രോയും ഉണ്ട്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഉണ്ട്. അത് ഞാൻ എങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കാനുള്ളത് ഞാൻ നെക്സ്റ്റ് പഠിപ്പിക്കാൻ പറയാം. അപ്പോൾ ദിസ് ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് മിൻഡോ മോർലി, വേർ മിൻഡോ ഈസ് ദി വൈസ്രോയി ആൻഡ് മോർലി ഈസ് ദി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഇവിടെ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇലക്ഷൻ വന്നു. ഡയറക്റ്റ് ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഡയറക്റ്റ് ഇലക്ഷൻ വന്നു. ഇതിന് മുമ്പുള്ള ആക്ടിൽ എന്തായിരുന്നു, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു. പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അത് 16 നിന്ന് 60 മാറ്റി. പിന്നെ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഇതിലാണ് വന്നത്. അതായത് ഇവിടെ മുസ്ലിംസിന് ഒരു കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വന്നു. അതായത് അവർ ഡോമിനന്റ് ആയിട്ടുള്ള ഏരിയയിൽ എന്താണ്, അവിടെ അവർക്ക് മത്സരിക്കാനുള്ള, അവർക്ക് വോട്ടിടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വന്നു.
ഇന്ത്യൻസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതാണ് ഇവിടെ ഓർക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് ഒരാൾ വന്നു. നേരത്തെ വന്നു, നോൺ ഒഫീഷ്യൽ ആയിരുന്നു. നേരത്തെ വന്നത് നോൺ ഒഫീഷ്യൽ ആയിട്ട് മെമ്പേഴ്സ് ആയിരുന്നു. ആദ്യമായി നോൺ ഒഫീഷ്യൽ അല്ലാതെ ഒഫീഷ്യൽ ആയിട്ടൊരു മെമ്പർ വന്നു. അത് സത്യേന്ദ്ര പ്രസന്ന സിൻഹ എന്ന് പറഞ്ഞ ആളായിരുന്നു. സത്യേന്ദ്ര പ്രസന്ന സിൻഹ ലോ മെമ്പർ ആയിട്ട് ആദ്യമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വന്നു. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഗവൺമെന്റിനെയാണ് മൊണ്ടേക്കു ചെൽസ്വോൺ റിഫോം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും രണ്ടുപേരുണ്ട്. അപ്പോൾ വൈസ്രോയും ഉണ്ട്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഉണ്ട്. അപ്പൊ ആലോചിക്കുക, വൈസ്രോയി അതിന് കൺട്രോൾ ചെയ്യാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ ജസ്റ്റ് ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നത് മിൻഡോ മോർലി. അപ്പൊ ആൽഫബറ്റ് വെച്ച് ഓർത്താൽ അത് മിൻഡോയിൽ ആദ്യം ഏതാ വരുന്നത്? MI. മിൻഡോയിൽ ആദ്യം വരുന്നത്. അപ്പൊ ആദ്യം വരുന്നത് വൈസ്രോയി. ആദ്യം വരുന്നത് ഏതാണ്? വൈസ്രോയി. ആദ്യം വരുന്നത് വൈസ്രോയി. അതുകൊണ്ടാണ് മിൻഡോ മോർലി ആകുമ്പോൾ ആദ്യം ഏതാണ്? MI അല്ലേ ആദ്യം വരുന്നത്, MOയ്ക്ക് മുമ്പ്. അപ്പോ MI. അപ്പൊ മിൻഡോ ആണ് വൈസ്രോയി. അതേപോലെ മൊണ്ടേക്കു ചെൽസ്ഫോർഡിൽ ആദ്യം ഏതാ വരുന്നത്? C അല്ലേ ആദ്യം വരുന്നത്. അപ്പൊ ചെൽസ്ഫോർഡ് വൈസ്രോയി ആണ്, മൊണ്ടേക്കു ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഒരാൾ സെക്രട്ടറി, ഒരാൾ വൈസ്രോയി ആണ്. അപ്പൊ ഓർക്കുക, ആദ്യം വരുന്നത് വൈസ്രോയി ആണ്. ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ച് ആലോചിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, തിരിഞ്ഞു പോകത്തില്ല. കാരണം ആദ്യത്തെ കേസിൽ മിൻഡോ മോർലിയിൽ ആദ്യം വൈസ്രോയും പിന്നെ സെക്രട്ടറിയും, രണ്ടാമത്തേല് ആദ്യം സെക്രട്ടറിയും പിന്നെ വൈസ്രോയും. അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് സാധനം എന്ന് വെച്ചാൽ ഡയാർക്കി. ഡയാർക്കി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പവർ. അതായത് പവറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് മൊത്തത്തിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ പകുതി സാധനം, അല്ലെങ്കിൽ പകുതിയല്ല, കുറച്ച് സാധനം ഒരെണ്ണത്തിന്റെ കീഴിലും വേറെ ഒരെണ്ണം വേറെ കുറെ എണ്ണം വേറെ ഒരെണ്ണത്തിന്റെ കീഴിലും കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ ഇവിടത്തെ കേസിൽ എന്താണ് ഡയാർക്കി സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ഡിവിഷൻ ഓഫ് പവർ. ഡയാർക്കി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ഡിവിഷൻ ഓഫ് പവർ. അതിനാണ് ഡയാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ മൊത്തത്തിലുള്ള പവറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ പവറാണ്? ട്രാൻസ്ഫേർഡും റിസർവ്ഡും. ട്രാൻസ്ഫേർഡ് പവറും റിസർവ്ഡ് പവറുമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. അതായത് മൊത്തത്തിലുള്ള സാധനത്തിന് ട്രാൻസ്ഫേർഡ് പവർ എന്ന് പറഞ്ഞു, അതിനൊരു പർട്ടിക്കുലർ ഹെഡ് ഉണ്ടായിരിക്കും. അതേപോലെ റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഒരു പർട്ടിക്കുലർ ഹെഡിന്റെ കീഴിലായിരിക്കും. അങ്ങനെ അവര് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തൽക്കാലം പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിയുക. അതായത് ഇപ്പോൾ റിസർവ്ഡ് പവറും ഉണ്ട്, ട്രാൻസ്ഫേർഡ് പവറും ഉണ്ട്. അപ്പൊ റിസർവ്ഡ് പവർ എന്ന് വെച്ചാൽ ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതായത് റിസർവ്ഡ് പവർ എന്ന് വെച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കൗൺസിലേഴ്സ് ഉണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വൈസ്രോയി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കൗൺസിലേഴ്സിനെയാണ് ഏതിന്റെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന? റിസർവ്ഡ് പവർ അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറി കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കൗൺസിലേഴ്സ് അപ്പോയിന്റഡ് ബൈ ആരാണ്? വൈസ്രോയി ആണ്. അതിൽ എന്തൊക്കെ വരും എന്ന് വെച്ചാൽ ലോ ആൻഡ് ഓർഡർ വരും, ജസ്റ്റിസ് വരും, പോലീസ് വരും, ലാൻഡ് വരും, റവന്യൂ വരും, ഇറിഗേഷൻ. ഇതെല്ലാം റിസർവ്ഡ് പവറിന്റെ കീഴിൽ വരുന്നത്. ഇനി ട്രാൻസ്ഫേർഡ് പവറിന്റെ കീഴിൽ എന്ത് വരും? നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ ഡയറക്റ്റ് ഇലക്ഷൻ നടന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ ട്രാൻസ്ഫേർഡ് പവറിന്റെ കീഴിൽ എന്താണ്? ഈ ഇലക്ഷൻ വഴി കുറെ പേരെ തെരഞ്ഞെടുക്കുമല്ലോ. അപ്പൊ നമ്മളെ മിനിസ്റ്റേഴ്സ്, അതുവഴി തിരഞ്ഞെടുക്കപ്പെട്ട മിനിസ്റ്റേഴ്സ് ഇന്ത്യൻസ് ആയിരിക്കും. അവരാണ് ട്രാൻസ്ഫേർഡ് പവറിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അത് അണ്ടർ മിനിസ്റ്റേഴ്സ് ആണ്. ആ മിനിസ്റ്റേഴ്സിന്റെ കീഴിലാണ് വരുന്നത്. അതിലെന്തൊക്കെ വരും എന്ന് വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വരും, എഡ്യൂക്കേഷൻ വരും, പബ്ലിക് ഹെൽത്ത് വരും, അങ്ങനെ അഗ്രികൾച്ചർ, ഫോറസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഏതിന്റെ കീഴിൽ വരുന്നത്? ട്രാൻസ്ഫേർഡ്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലുള്ള സാധനത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ഡയാർക്കി എന്ന് പറയുന്നത്. അത് ഇവിടെ ഇപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ട്രാൻസ്ഫേർഡും റിസർവ്ഡും ആണ്. റിസർവ്ഡിന്റെ ഹെഡ് എന്ന് വെച്ചാൽ കൗൺസിലർ ആണ്. കൗൺസിലർ എന്ന് വെച്ചാൽ അപ്പോയിന്റഡ് ബൈ വൈസ്രോയി. ചുരുക്കി പറഞ്ഞാൽ അവരാണ് അതിന്റെ ഹെഡ്, ബ്രിട്ടീഷ്. അതേപോലെ രണ്ടാമത്തെ എന്താണ്? ട്രാൻസ്ഫേർഡ് ആകുമ്പോൾ അണ്ടർ മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ മിനിസ്റ്റേഴ്സ് ആണ് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്ന. അങ്ങനെ അപ്പോ ഡിവിഷൻ ഓഫ് പവർ അത്രേ ഉള്ളൂ അവിടെ മെയിൻ ആയിട്ട്. പിന്നെ ബൈ ക്യാമറലിസം അറ്റ് ദി സെന്റർ. അപ്പൊ സെന്റർ എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ തീരുമാനിക്കുന്നത് വൈസ്രോയി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതിനെയാണ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബൈ ക്യാമറലിസം കൊണ്ടുവന്നു. ബൈ ക്യാമറലിസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇനിയും പഠിക്കുന്ന ഒരു സാധനമാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബൈ ക്യാമറലിസം എന്ന് വെച്ചാൽ രണ്ട് ഹൗസസ് ഉണ്ടായിരിക്കും അവിടെ. ഇപ്പൊ ഒരു ഉദാഹരണം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞുണ്ടാവും.
രണ്ടെണ്ണത്തിനും അതിൻ്റെതായ പവേഴ്സ് ഉണ്ടായിരിക്കും. അതിനാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ബൈക്യാമറലിസം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയെ പറഞ്ഞാൽ ബൈക്യാമറലിസം എവിടെയാണ്? നമുക്ക് കേരളത്തിൽ ബൈക്യാമറലിസം ഇല്ല. ഇവിടെ ആകെ നമുക്കുള്ളത് എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ? ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നമ്മൾ അസംബ്ലി MLA എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ അസംബ്ലി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ആകെ ഉള്ളത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അതുകൊണ്ടാണ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ഇവിടെ ഉള്ളൂ. ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. ഈ ബൈക്യാമറലിസം എന്ന് പറയുമ്പോൾ അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമല്ല, അവിടെ എന്തുണ്ടാവും? ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള ഒരു 6 സ്റ്റേറ്റ്സിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ ഈ ബൈക്യാമറലിസം എന്ന് വെച്ചാൽ അതാണ്. അവിടെ 2 ഹൗസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ എന്താണ്, 2 എണ്ണം ഉണ്ടായിരിക്കും, 2 ഹൗസസ്. ഇനി ഈ ആക്ടിന്റെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്? ഇറ്റ് പ്രൊവൈഡഡ് ദി റൈറ്റ് ടു വോട്ട് ഫോർ വുമൺ ഇൻ ഇന്ത്യ. വുമണ് നേരത്തെ ഡയറക്റ്റ് ഇലക്ഷൻ നടന്നെങ്കിലും അവിടെ സ്ത്രീകൾക്ക് വോട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ സ്ത്രീകൾക്കും കൂടെ വോട്ടുണ്ടായി. അപ്പൊ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ദി കൺട്രി ഒക്കർ ചെയ്തത് ഇതാണ്. ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ദി കൺട്രി. എല്ലാവർക്കും വോട്ടായി, സ്ത്രീക്കും പുരുഷനും എല്ലാം വോട്ടായി. അപ്പൊ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ഇലക്ഷൻ വന്നത് ഏതിനാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. കണ്ട് ഇംപ്രൂവ് ചെയ്ത് വരികയാണ്. നേരത്തെ ഇന്ത്യക്കാർക്ക് ഒരു അവകാശം ഇല്ലായിരുന്നു, ഇപ്പൊ ഇന്ത്യക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രൊവൈഡഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് PSC ഫോർ റിക്രൂട്ടിംഗ് സിവിൽ സർവന്റ്. PSC എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ ആക്ടില്. ജുറിസ്ഡിക്ഷൻ ഓഫ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ. അപ്പൊ ഓരോരുത്തർക്ക് ഇതിൽ സെൻട്രൽ എന്ന് വെച്ചാൽ മെയിൻ ബ്രിട്ടീഷുകാർ അവരെ ടോപ്പ് എന്ന് പറയുന്നത്. ഈ പ്രൊവിൻഷ്യൽ എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു സെൻട്രലൈസേഷൻ മാറി ഡീസെൻട്രലൈസേഷൻ ആയെന്ന് പറഞ്ഞു. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വൈസ്രോയ് ഉണ്ടാവും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ 3-4 ഡിവിഷൻ ഉണ്ടാവും. പ്രൊവിൻസസ് എന്ന് പറയും. പ്രൊവിൻസസ് എന്ന് വെച്ചാൽ ഇപ്പൊ ബംഗാൾ പ്രൊവിൻസസ് എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം ഉണ്ടാവും, മദ്രാസ് പ്രൊവിൻസസ് എന്ന് പറഞ്ഞ് വേറെ കുറച്ച് സ്ഥലം ഉണ്ടാവും. അങ്ങനെ 3-4 പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ടോപ്പിൽ ആരായിരിക്കും? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഉണ്ടായിരിക്കും. പിന്നെ ആരുണ്ടായിരിക്കും? വൈസ്രോയും ഉണ്ടായിരിക്കും. സെൻട്രൽ ആൻഡ് പ്രൊവിൻസസ് ഓർക്കാൻ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് വെച്ചാൽ മതി, കേന്ദ്രം അല്ലെ. പിന്നെ കേന്ദ്രം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്സിനെല്ലാം ആരുമായിട്ടാണ്? സ്റ്റേറ്റ്സിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ടോപ്പിൽ ആരായിരിക്കും ഉള്ളത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഉള്ളത്. സിമിലർ ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു പേരും കൂടെ ഉണ്ട്, ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ റീസൺ ഉണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുവിധം എല്ലാം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് ഓഫ് 1935 നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ബൾക്കായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, 1935 പല പ്രൊവിൻസസുമാണ്, പല കാര്യങ്ങളുമാണ് എന്തായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല സ്ഥലത്തുനിന്നല്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാ സ്ഥലത്തു നിന്നും എടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അതിലെ കണ്ടന്റ് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതുകൊണ്ടാണ് അതിനെ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് പ്രൊപ്പോസ്ഡ് എ ഫെഡറൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 ഹൗസസ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ അസംബ്ലി. അതിനെ ആലോചിക്കുക, 2 ഹൗസസ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഫെഡറൽ അസംബ്ലി. ഇത് വെച്ചിട്ടാണ് ലോക്സഭയും രാജ്യസഭയൊക്കെ ഈ ഒരു മോഡലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ആക്ട് അബോളിഷ്ഡ് ഡയാർക്കി ഇൻ ദി പ്രൊവിൻസസ്. അപ്പൊ പ്രൊവിൻസസിൽ ഡയാർക്കി അവോയ്ഡ് ചെയ്തു. അതായത് 2 അല്ലെ, നേരത്തെ പറഞ്ഞു പ്രൊവിൻസസ് ഡയാർക്കി അറ്റ് പ്രൊവിൻസസ് അഡോപ്റ്റ് ചെയ്തു. അപ്പൊ പ്രൊവിൻസസിൽ സിംഗിൾ പവറേ ഉണ്ടായിരിക്കും. പ്രൊവിൻസസിൽ എല്ലാവർക്കും ഒരേ പവർ, പ്രൊവിൻസസിൽ ഡിവിഷൻ ഓഫ് പവർ ഇല്ല. പക്ഷെ സെന്ററിൽ ഡയാർക്കി ഉണ്ട്. അതായത് സെന്ററിൽ ഇതേപോലെ പലതും 2 ഹെഡുകളുടെ കീഴിലായിരിക്കും. കുറെ കാര്യങ്ങൾ ഒരു ഹെഡിന്റെ കീഴിൽ, ബാക്കി കാര്യങ്ങൾ വേറൊരു ഹെഡിന്റെ കീഴിലായിരിക്കും. ഇനി ഇതാ നോക്കി, ആക്ട് ഡിവൈഡഡ് ദി പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് യൂണിറ്റ്സ് into items of 3 lists, namely federal, provincial and concurrent list.
അപ്പൊ ഇതെല്ലാം ഇതിൽ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, പവർ നമ്മൾ ഈ മൊത്തത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതുകൊണ്ടാണ് ഈ 1935 മിക്ക സാധനം എടുത്തിരിക്കുന്നതെന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഇത്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിന് മാത്രമുള്ള കുറെ പവേഴ്സ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിനും ഗവൺമെന്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന് ഉള്ള പവേഴ്സ് അല്ലെങ്കിൽ ഇടപെടാൻ പറ്റിയ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ മിക്സ് ആണ്, രണ്ടുപേരും കൂടെ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ രണ്ടും കൂടെ ഉൾപ്പെടെ ഇടപെടുന്ന കേസാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഈ ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെയും ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും കേട്ടോ. ഈ 3 ലിസ്റ്റും ഒക്കെ കണ്ടിട്ടാണ് ഇതിനെ അനുകരിച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയത്. റെസിഡ്യൂറി പവർ ഗവർണർ ജനറലാണ്. റെസിഡ്യൂറി എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഒരു പവറും. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഗവർണർ ജനറലാണ്. ഇപ്പോഴത്തെ നമുക്കറിയാം, നമ്മൾ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഓരോരുത്തർക്കും ഓരോ വകുപ്പ് കൊടുത്തു. അപ്പൊ അതിൽ ചീഫ് മിനിസ്റ്ററിന്റെ അവിടെ എന്താണ് ബാക്കി ഒന്നിനും ഉൾപ്പെടുത്താത്ത വകുപ്പുകളെല്ലാം, അതായത് അതിനെയാണ് റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം വനത്തിനൊരു മന്ത്രി, വൈദ്യുതിക്കൊരു മന്ത്രി, അതേപോലെ വിദ്യാഭ്യാസത്തിനൊരു മന്ത്രി, അങ്ങനെ എല്ലാത്തിനും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സ്പെസിഫൈ ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ സ്പെസിഫൈ ആക്കൂലല്ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്പെസിഫൈ ചെയ്ത. അങ്ങനെ സ്പെസിഫൈ ചെയ്യാത്തതിന്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്ന ആരായിരിക്കും? ഇവിടെ ചീഫ് മിനിസ്റ്റർ ആണ്. അതേപോലെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുണ്ട്, കുറെ പേർക്ക് പവർ കൊടുത്തിട്ടുണ്ട്. ആ സ്പെസിഫൈ ചെയ്യാത്ത പവർ എല്ലാം ആർക്കായിരിക്കും? ഗവർണർ ജനറലായിരിക്കും. ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് വരണം എന്ന് പറഞ്ഞ ഇതിലാണ്. നമുക്കിപ്പോഴും റിസർവ് ബാങ്ക് ഉണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ക്യാമറലിസം. ബൈ ക്യാമറലിസം ഞാൻ പറഞ്ഞു എന്താണ്? 2 ഹൗസസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ആണ്. പ്രൊപ്പോസ് ടു എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ കോർട്ട്. ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഫെഡറൽ കോർട്ടാണ് എന്തായി മാറിയത്? ഭാവിയിൽ നമ്മുടെ സുപ്രീം കോർട്ടായി മാറിയത്. ഈ ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ ആക്ടിലാണ്. അതാണ് എന്തായി മാറിയത്? സുപ്രീം കോർട്ട്. അപ്പൊ ഈ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഈ പറഞ്ഞിരിക്കുന്ന മിക്ക സാധനങ്ങൾ നമ്മൾ ഇപ്പോഴും അവൈലബിൾ ആണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 2 ഹൗസസ്, ഇപ്പോഴും 2 ഹൗസ് ഉണ്ട്, ലോക്സഭ ആൻഡ് രാജ്യസഭ. പവർ ഡിവൈഡ് ചെയ്തു സെന്ററിന്. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതുകൊണ്ട് റെസിഡ്യൂറി പവർ വന്നിട്ടുണ്ട്, റിസർവ് ബാങ്ക് വന്നിട്ടുണ്ട്, അതേപോലെ സുപ്രീം കോർട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഓഫീസ് ഓഫ് ഗവർണർ. ഗവർണർ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടല്ലോ. നമ്മള് ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് നമ്മൾ പറയുന്ന ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ആക്ച്വലി സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഗവർണർ ആണ് കേട്ടോ. അല്ലെ, പ്രൈം മിനിസ്റ്റർ ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ്. അതേപോലെ കേരളയുടെ മിനിസ്റ്റർ അല്ലെ, ഗവൺമെന്റിന്റെ ഹെഡാണ് ചീഫ് മിനിസ്റ്റർ. പക്ഷെ കേരള സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് ഗവർണർ. അപ്പൊ ആ ഓഫീസ് ഓഫ് ഗവർണർ എന്ന് പറഞ്ഞത് ഏതെന്നാണ്? ഈ ആക്ടിൽ നിന്നാണ് അത് വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ ബ്ലൂ പ്രിന്റ് എന്ന് പറയാൻ കാരണം അറിയാം, മിക്ക കാര്യങ്ങളും ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ക്യാബിനറ്റ് മിഷൻ ഓഫ് 1946. ക്യാബിനറ്റ് മിഷൻ. അപ്പൊ നമ്മൾ ഏതാണ്ട് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടാറായി. അപ്പൊ അതിനു മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫ്രെയിം ചെയ്യണം. ഓക്കെ, അപ്പോൾ 1946 ക്ലെമന്റ് അറ്റ്ലി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെന്റ് എ മിഷൻ ടു ഇന്ത്യ നോൺ ആസ് ക്യാബിനറ്റ് മിഷൻ. അതിനെയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? വാസ് ടു ഹെൽപ്പ് ദി ഇന്ത്യൻസ് ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദംസെൽസ്. ഇന്ത്യക്കാർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്വന്തമായി ഉണ്ടാക്കുന്നതിന് സഹായിക്കുക. കാരണം ഒന്നും അറിയാതെ പെട്ടെന്ന് വന്നതാണ് കാര്യം, അവരെ അഡ്മിനിസ്ട്രേഷനൊന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ക്ലെമന്റ് അറ്റ്ലി എന്തായാലും ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ പോകുന്നു. അതിനു മുമ്പ് അവർക്ക് സ്വന്തമായ ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാവണമല്ലോ, എങ്ങനെ പോകണം, അവിടെ എന്തൊക്കെ നിയമം ഉണ്ടായിരിക്കണം, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞ് ഒരു മിഷൻ ഇങ്ങോട്ട് അയച്ചു. അതായത് ഇവരെ ഇന്ത്യക്കാരെ സഹായിക്കാൻ, അവർക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്ലെമന്റ് അറ്റ്ലി അയച്ചതാണ്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ലോർഡ് പെത്തിക് ലോറൻസ് അതായിരുന്നു ചെയർമാൻ. പിന്നെ സ്റ്റാഫോർഡ് ക്രിപ്സും എ.വി. അലക്സാണ്ടർ ആയിരുന്നു അതിന്റെ മെമ്പേഴ്സ്. ഇപ്പൊ ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ
ഇന്ററിം ഗവൺമെന്റിന് വേണ്ടി അറേഞ്ച്മെന്റ്സ് ചെയ്തു. ക്യാബിനറ്റ് മിഷൻ മെയ്ഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഇന്ററിം ഗവൺമെന്റ്. ഇന്ററിം ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇടക്കാല ഗവൺമെന്റ് ആണ്. ഇടക്കാല എന്ന് വെച്ചാൽ ഒരാളെ എലക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇതുവരെ ഇവിടെ ഇവര് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവര് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കണം, ഇലക്ഷനൊക്കെ ഡയറക്റ്റ് ഇലക്ഷനൊക്കെ നടത്തി ഭരിക്കണം. ഇവര് പോയി പുതിയ ആള് വരുന്നതിന് മുമ്പ് അല്ലെ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇന്ററിം താൽക്കാലികമായ ഒരു ഇടക്കാല ഗവൺമെന്റ്, ഈ ഇടക്കാല ഗവൺമെന്റിനെ അവർ ഫോം ചെയ്തു. എന്തിനാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ പുതിയ ഇലക്ഷനൊക്കെ നടത്തി പുതിയ ആളുകളെ സെലക്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതിനുവേണ്ടി ഒരു ഇന്ററിം ഗവൺമെന്റിനെ ഫോം ചെയ്തു. ക്യാബിനറ്റ് മിഷൻ അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തു. എന്നിട്ട് ക്യാബിനറ്റ് മിഷൻ ഒരു കാര്യം കൂടെ റെക്കമെൻഡ് ചെയ്തു, എന്താണ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞൊരെണ്ണം ഫോം ചെയ്തു. ഇവരുടെ ജോലി എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യാനും ക്യാബിനറ്റ് മിഷൻ പറഞ്ഞു, അതേ അറേഞ്ച്മെന്റ് ചെയ്തു. ക്യാബിനറ്റ് മിഷൻ അതിനോടൊപ്പം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപയോഗം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുക. ഇവരുടെ ഉദ്ദേശമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇന്ററിം ഗവൺമെന്റിന്റെ കേസ് പറയാം. ഇന്ററിം ഗവൺമെന്റ് ജസ്റ്റ് അറിയുക, 2 സെപ്റ്റംബർ 1946 ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തത്. അപ്പൊ ഇടക്കാല ഗവൺമെന്റ് എന്ന് വന്നു എന്ന് വെച്ചാൽ 2 സെപ്റ്റംബർ 1946 അവിടുത്തെ പ്രസിഡന്റ് ലോർഡ് വേവൽ, വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ററിം ഗവൺമെന്റ് ഇടക്കാല ഗവൺമെന്റ് ആണ്. എന്തിനെന്ന് വെച്ചാൽ താൽക്കാലിക ആയിട്ട് പുതിയ ആള് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് ലോർഡ് മൗണ്ട് ബാറ്റൺ ലാസ്റ്റ് ആക്ട് ആണ് കേട്ടോ. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്യുന്ന ലാസ്റ്റ് ആക്ട് ആണ് ഇന്ത്യയിലെ ലാസ്റ്റ് ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ഓഫ് 1947. അപ്പോൾ ഡിക്ലെയർ ചെയ്തു അല്ലെ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. ലോയിസ് മൗണ്ട് ബാറ്റൺ, അതായത് ലാസ്റ്റ് വൈസ്രോയി, നേരത്തെ പറഞ്ഞ ലാസ്റ്റ് വൈസ്രോയി ആൻഡ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് വൈസ്രോയി ആൻഡ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാരെ ഭരണത്തിൽ ഇരുന്ന വൈസ്രോയിയാണ് ഇന്ത്യക്കാർ വരുന്നു, അതായത് ഈ ആക്ട് വരുമ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ്, അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ കുറച്ച് നാളും കൂടെ ഗവർണർ ജനറൽ അവിടെ ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ ജസ്റ്റ് മറ്റവരൊക്കെ ഒന്ന് റെഡി ആവുന്നവരെ. ഓക്കെ, വാസ് സെൻഡ് ടു ഇന്ത്യ ടു ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പവർ ടു ഇന്ത്യ ഫ്രം ബ്രിട്ടൻ. അപ്പം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ലൂയിസ് മൗണ്ട് ബാറ്റനെ സെൻഡ് ചെയ്തു. ഇനി ഇന്ത്യ വാസ് പാർട്ടീഷൻഡ്. അപ്പൊ മൗണ്ട് ബാറ്റൺ എന്ത് ചെയ്തു, ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ മുസ്ലിം ലീഗ്, ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ അവർക്ക് പാർട്ടീഷൻ എന്തായാലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇവർ തമ്മിലുള്ള ചർച്ചയിൽ തീരുമാനിച്ചു ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ മുസ്ലിം ലീഗിന് അവർക്ക് പ്രയോറിറ്റി ഉള്ള ഏരിയയായ പാകിസ്ഥാനായിട്ടും ബാക്കിയുള്ളത് ഇന്ത്യയായിട്ടും ഡിവൈഡ് ചെയ്തു. അത് മൗണ്ട് ബാറ്റൺ പ്ലാൻ അനുസരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോ ഇന്ത്യ ഡിക്ലെയർഡ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറൻ സ്റ്റേറ്റ്. അപ്പൊ ഇന്ത്യയെ ഇൻഡിപെൻഡന്റും സോവറൻ സ്റ്റേറ്റുമായിട്ട് ഡിക്ലെയർ ചെയ്തു. സോവറൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ജാതിയോ മതമില്ല, അതാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ. റിലീജിയൻ ഇല്ലാത്ത സ്റ്റേറ്റ് ആണ്. അതായത് ആർക്കും ഇഷ്ടമുള്ള റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാം എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ചൊരു റിലീജിയൻ ഇല്ല, ഒരു റിലീജിയനും ഒരു പ്രിഫറൻസും ഇല്ല. ഇന്ത്യ ഈസ് എ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറൻ സ്റ്റേറ്റ്, അതാണ് ഇന്ത്യ. എന്താണ് ഓക്കെ. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അറ്റ് ബോത്ത് സെന്റർ ആൻഡ് പ്രൊവിൻസസ്. സെന്ററിലും പ്രൊവിൻസസിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റിനെ കൊടുത്തു. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ അവരൊരു കാര്യം കൂടെ ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാനുള്ള ഈ ലോയിൽ പറയുന്നതാണ്. എതിരെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്ത ഏത് ആക്ട് വേണമെങ്കിലും ഇവർക്ക് വേണ്ടാന്ന് വെക്കാൻ ഉള്ള അധികാരവും കൊടുത്തു. അതായത് ഇതുവരെ ബ്രിട്ടീഷ് പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ എല്ലാ നിയമവും ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് തൊട്ട് ഇൻവാലിഡ് ആണെന്നും നിങ്ങൾക്ക് പുതിയതായിട്ടൊരു നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ വഴി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാമെന്നും ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നും റിപ്പീൽ ചെയ്യാമെന്നും അതില് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തെന്നായിരുന്നു. എന്തിനായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തിനാ ഫോം ചെയ്തതെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫ്രെയിം ചെയ്തതിന്റെ ഉദ്ദേശം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉദ്ദേശം. അപ്പോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ
പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറിനെ. ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ, ഏതെങ്കിലും എഴുതി ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്ന നമ്മൾ ആദ്യം ഒരു ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പി ഉണ്ടാക്കും. അപ്പൊ ആ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ 1948 ഫെബ്രുവരിയിലാണ് പബ്ലിഷ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇതാ നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എത്ര സമയം എടുത്തെന്ന് നോക്കണം കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യാൻ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കറക്റ്റ് പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. എന്തിനാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുത്തെന്ന് വെച്ചാൽ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി. അറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 6.4 മില്യൺ, 6.4 ലക്ഷം എടുത്തു. ഇത്രയും സമയം എടുത്തത് എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവര് ഈ ഡ്രാഫ്റ്റിംഗ് കമ്പനി ചെയർമാനായ അംബേദ്കറിന്റെ ഇതുണ്ടല്ലോ, ടീം ഉണ്ടല്ലോ, അവര് പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. അവിടെ പോയി അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയും അതിന്റെ വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതായത് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യഥാർത്ഥത്തിൽ എന്താണ്, ലോകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷന്റെയും കൂടെ നല്ല വശങ്ങൾ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യൻ ആക്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നും കുറെ കാര്യങ്ങൾ എടുക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അത്രയേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റായി. അപ്പോൾ ഓൺ 24th January 1950 ആയിരുന്നു ലാസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലാസ്റ്റ് മീറ്റിംഗ് നടന്നത് 24th January 1950 ആയിരുന്നു. എന്നിട്ട് 26th 2 ദിവസം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലോട്ട് വന്നു. അപ്പോൾ സെഷൻസ് വെയർ ഓപ്പൺ ടു പ്രസ്. അപ്പോൾ ഇനി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും 22 പാർട്ടും ഉണ്ട്. ഇപ്പോഴത്തെ നമ്മളിനി പിന്നെ ഡിസ്കസ് ചെയ്യും എത്ര ഉണ്ടെന്ന്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പീപ്പിൾ ഓഫ് ഇന്ത്യക്കാണ് ഡെഡിക്കേറ്റ്